അസ്സാം വലൈക്കും വറഹമത്തുള്ള. സലഫി മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള നമ്മുടെ ഈ പഠന പരമ്പരയിൽ സുപ്രധാനമായ വിഷയങ്ങളിൽ ഒന്നാണ് ഫിഖ്ഹി മദ്ഹബുകളും ഈ മദ്ഹബിനോടുള്ള സലഫി മൂവ്മെൻറ്റുകളിലെ വിവിധ ധാരകളുടെ കാഴ്ചപ്പാടുകളും. ഇസ്ലാമിക ലോകത്ത് മുസ്ലിം സമൂഹത്തിന് വൈജ്ഞാനികമായ ദിശ നിർണയിക്കുന്നതിലും അതുപോലെ തന്നെ സലഫുസാലിഹീങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന മഹാത്മാക്കളായ ആ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിത വര്യന്മാരാണ് പ്രധാനമായും 4 മദ്ഹബിലെയും ഇമാമുമാർ. അതുകൊണ്ട് തന്നെ എല്ലാ സലഫി മൂവ്മെൻറ്റുകളും അതല്ലാത്ത സകലവിധ വിഭാഗങ്ങളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ പ്രധാനമായും കണക്കുകൂട്ടുന്ന എല്ലാ വിഭാഗങ്ങളും ഫിഖ്ഹി മദ്ഹബിലെ പ്രധാനികളായ 4 പണ്ഡിതന്മാരെയും അവരുടെ പ്രധാന സോഴ്സുകളായും പ്രധാന മോഡലുകളായും സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. അതിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ എല്ലാ വിഭാഗവും ഇതുപോലെ തന്നെയാണ്, അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം മദ്ഹബിലെ പണ്ഡിതന്മാരോടുള്ള സമീപനത്തിൽ അവരെ മാതൃകയായി സ്വീകരിക്കുന്നതിൽ, അല്ലെങ്കിൽ ആ ഒരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്നതിലുള്ള ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചാൽ തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് നമ്മൾ വിളിക്കുന്ന വിഭാഗത്തിലെ എല്ലാ സരണികൾക്കും ഈ 4 മഹാന്മാരായ ഇമാമുമാരും അവരുടെ അടിസ്ഥാന പ്രമാണങ്ങളായി തന്നെ സ്വീകരിച്ച ഒരു വസ്തുതയാണ്. അതിൽ സംശയമേതുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ പഠന വിഷയമായ സലഫി മൂവ്മെൻറ്റുകൾ എങ്ങനെയാണ് ഈ ഇമാമുമാരെ കാണുന്നതെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ചർച്ച തന്നെ പ്രത്യേകം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സലഫി കാഴ്ചപ്പാടുകളിൽ പൊതുവെ നമുക്ക് ഈ മദ്ഹബുകളെക്കുറിച്ച് എല്ലാ രചനകളിലും വിമർശിക്കുന്ന, മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്ന, അന്ധമായി അനുഗമിക്കുന്ന വിഭാഗങ്ങളെ വിമർശിക്കുന്ന സലഫി പണ്ഡിതന്മാർ പോലും എല്ലാ മദ്ഹബുകളെയും വളരെ ആദരവോടുകൂടിയും അവർക്ക് അർഹമായ സ്ഥാനം നൽകിയും കൊണ്ടാണ് സ്വീകരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. അതുകൂടാതെ അവരുടെ വൈജ്ഞാനിക വിഷയങ്ങളിലും അവരുടെ എല്ലാ മൻഹജിൻ്റെ ചർച്ചകളിലാണെങ്കിൽ പോലും 4 ഇമാമുമാരുടെയും അതിൽ തന്നെ വന്ന വിവിധ പണ്ഡിതന്മാരും ഈ ചർച്ചകളുടെ പ്രധാന ആധാരമായി പോലും വർത്തിക്കുന്നത് നമുക്ക് കാണാം. അതായത് 4 മദ്ഹബിലെ പണ്ഡിതന്മാരെയും ആ വിഭാഗത്തിൽ വന്ന വിവിധ പണ്ഡിതന്മാരുമെല്ലാം വളരെ ആദരവോടുകൂടിയും അവർ അർഹിക്കുന്ന സ്ഥാനം നൽകിയും കൊണ്ട് തന്നെയാണ് സലഫി മൂവ്മെൻറ്റുകളെല്ലാം ഇവരെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 4 ഇമാമുമാരെല്ലാം വളരെ ഇസ്ലാമിക് സ്റ്റഡീസിലെ അല്ലെങ്കിൽ മദ്ഹബിൻ്റെ, ഫിഖ്ഹിൻ്റെ അല്ലെങ്കിൽ തിയോളജിയുടെ അഖീദപരമായ വിഷയങ്ങളുടെ എല്ലാത്തിനും തന്നെ അതോറിറ്റിയായി ഒരുപോലെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. അതിന് പ്രധാനപ്പെട്ട കാരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നേതാക്കന്മാർ എന്നോ അല്ലെങ്കിൽ സലഫു സാലിഹീങ്ങളിൽ പെടുന്ന 4 പണ്ഡിതന്മാർ എന്നോ ആണ് എന്ന ഒരു മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ ഈ ഒരു വിഷയത്തിൽ 4 ഇമാമുമാരെയും സ്വീകരിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പറയുന്ന ആ നീണ്ട ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറയുന്നുണ്ടല്ലോ, എൻ്റെ സമൂഹമാണ്, എൻ്റെ തലമുറയാണ് ഏറ്റവും നല്ല തലമുറയെന്നും അതിന് ശേഷമുള്ളതും എന്ന് പറയുന്ന ആ ഒരു ഹദീസ്, അതായത് സ്വഹാബികളും താബികളും ഉൾക്കൊള്ളുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വിശിഷ്ടമായ ആ വിഭാഗത്തെയാണല്ലോ നമ്മൾ സലഫ് സാലിഹ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ താബികളുടെയും താബികളുടെയും തലമുറയിലാണ് 4 ഇമാമുമാർ വരുന്നതും ഈ 4 ഇമാമുമാർ ഇസ്ലാമിക ലോകത്ത് വിവിധ വൈജ്ഞാനിക മേഖലകളിലെ അതോറിറ്റിയായും അതുപോലെ തന്നെ വളരെ അടിസ്ഥാനപരമായ ആധാരശിലയായും വർത്തിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും യാതൊരു സംശയവുമില്ലാതെ ഈ ഇമാമുമാരുടെ അഭിപ്രായങ്ങളെയും സ്വീകരിക്കുകയും സലഫ് സാലിഹുകളുടെ പ്രധാന കണ്ണി എന്ന നിലയിൽ അവർക്ക് അർഹമായ സ്ഥാനം നൽകുകയും ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട വിഷയം മദ്ഹബുകൾ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ എന്നതിൽ രൂപപ്പെടുകയും അതിനോടനുബന്ധിച്ച് പിന്നീടുണ്ടായ സംഭവവികാസങ്ങളും
അതിൽ നിന്ന് ഒരു സെക്ട് എന്ന നിലയിൽ പോലും, ഒരു സെക്ട് എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും, വിഭാഗീയത മുസ്ലിം സമൂഹത്തിൽ ശക്തമാവുന്നതോടുകൂടി, അതുപോലെ തന്നെ ഈ മദ്ഹബിന്റെ ഇമാമുമാരുടെ കാഴ്ചപ്പാടുകൾക്ക് പലപ്പോഴും സ്വഹീഹായ ഹദീസിനേക്കാളും അപ്പുറം സ്ഥാനം നൽകുന്ന ഒരു നിലപാട് രൂപപ്പെട്ടപ്പോഴാണ് തഖ്ലീദ് എന്ന് പറയുന്ന ഒരു വിഷയം ശക്തമായി ചർച്ചാ വിധേയമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മദ്ഹബിനോടുള്ള വല്ലാത്ത ആഭിമുഖ്യത്തെ വിമർശന വിധേയമാക്കിയ സലഫി പണ്ഡിതന്മാർ രചനകൾ നിർവഹിക്കാനും തുടങ്ങിയത്. അതിന് പ്രധാനമായും അവർ പറയുന്നത്, അതായത് എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് പോലെ തന്നെ, ഒരിക്കലും ഒരു വിഭാഗത്തിന്റെ പണ്ഡിതന്റെ കാഴ്ചപ്പാടുകൾ അത് ഖുർആനിനോ സുന്നത്തിനോ മുകളിൽ വെക്കുവാൻ പാടില്ല എന്നത് പ്രധാനമായും സലഫി മൂവ്മെന്റുകൾ എല്ലാവരും ഒരുപോലെ ആ വിഷയത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ഈ ഇമാമുമാരാരും ഒരിക്കലും അവർ തെറ്റുപറ്റില്ല എന്നും, അല്ലെങ്കിൽ അവർ ദൈവികമായ ഒരു ബന്ധമുള്ള ഒരു നിലപാടാണ് അവർക്കുള്ളതെന്നുള്ള കാഴ്ചപ്പാടുകൾ മദ്ഹബിലെ വിഭാഗക്കാർ പിന്നീട് അങ്ങനെ ഒരു വീക്ഷണം പോലും എത്തിച്ചേരുന്ന ചില സാഹചര്യങ്ങൾ ചരിത്രത്തിലുണ്ടായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഹിസ്റ്ററി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയും, മദ്ഹബുകൾ തമ്മിൽ ശക്തമായ ഐഡിയോളജിക്കൽ റിഫ്റ്റ്, വിഭാഗീയത അവർക്കിടയിൽ ഉണ്ടാവുകയും കവിതകൾ പോലും പരസ്പരം എഴുതുകയും തങ്ങളുടെ മദ്ഹബിനെ കൂടുതൽ മഹിമ നൽകുവാൻ വേണ്ടി പുതിയ പുതിയ വാദങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന ചരിത്രം പോലും നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, മുസ്ലിം ചരിത്രത്തിൽ വിവിധ രാജവംശങ്ങൾ ഏതെങ്കിലും ഒരു മദ്ഹബിനെ സ്വീകരിക്കുന്നതോടുകൂടി അതിനോടനുബന്ധിച്ച് ആ ഭരണകൂടങ്ങളിൽ ആ മദ്ഹബിന്റെ പണ്ഡിതന്മാർക്ക് സ്ഥാനം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണം നിർവഹിക്കുന്ന ചില രീതികൾ പോലും ഇസ്ലാമിക ചരിത്രത്തിൽ രൂപപ്പെട്ടു. അത് ഈ തഖ്ലീദിന്റെ ഏറ്റവും തീവ്രമായ ചില രൂപങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് സലഫി മൻഹജിലുള്ള എല്ലാ പണ്ഡിതന്മാരും സൂറത്തുൽ അഅറാഫിലെ 3-ാമത്തെ ആയത്തിൽ പറഞ്ഞ പോലെ ഇത്തബിഉ മാ അൻസലല്ലാഹു മിൻ റബ്ബിക്കും, അതായത് അല്ലാഹു മാ അൻസല ഇലൈക്കും മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടതെന്നും, വലാ തത്തബിഉ മിൻ ദൂനി ഔലിയാ ഖലീലൻ മാ തദക്കറൂൻ എന്ന് പറയുന്ന, അതല്ലാതെ മറ്റുള്ള ഔലിയാക്കളെ നിങ്ങൾ പിൻപറ്റരുതെന്ന് പറയുന്ന ആയത്ത്, ഇത് മറ്റൊരു ഷിർക്കുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പോലും തഖ്ലീദിന്റെ വിഷയം സംസാരിക്കാൻ ഇങ്ങനെയുള്ള സൂറത്തുൽ അഅറാഫിലെ ഈ ആയത്ത് പോലും പരാമർശിക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ അത്രത്തോളം എത്തി എന്നത് നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണാൻ കഴിയും. അതാണ് ഈ മദ്ഹബ് എന്നത് വലിയൊരു വിഷയമായും മദ്ഹബിനെ അനുഗമിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു ഗൗരവമേറിയ ഒരു വിഷയമായും പിന്നീട് പണ്ഡിതന്മാർ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തെ കൂടുതൽ ഗൗരവമായി സമീപിക്കുന്നത്. കാരണം പിന്നീട് സലഫി കാഴ്ചപ്പാടുകളെ കുറിച്ച് തന്നെ സലഫി പണ്ഡിതന്മാർ എങ്ങനെയാണ് മദ്ഹബിനെ സ്വീകരിക്കുന്നതെന്ന് ഫത്താവ അൽ ഇഷ്തിറാഹാത്ത് അൽ ഇസ്ലാം അൽ യൗം എന്ന് പറയുന്ന ഫത്വകളുടെ കളക്ഷനിൽ അത് അവർ പറയുന്നുണ്ട്. അതായത് സലഫി സ്കൂൾ എന്ന് പറയുന്നത് മദ്ഹബുകൾക്കപ്പുറമല്ല, അത് മദ്ഹബിനോട് തന്നെ, പ്രത്യേകിച്ച് 4 ഇമാമുമാരോട് തന്നെ ചേർന്ന് നിന്നിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് സലഫി മൻഹജ് എന്ന്. ബൽ ഹുവ മൻഹജ് മുവാഫിഖ് ലിമാ അലൈഹി അൽ അഇമ്മത്തുൽ അർബഅ, 4 പണ്ഡിതന്മാരുടെയും കാഴ്ചപ്പാടുകൾ ചേർന്ന് നിൽക്കുന്ന മൻഹജാണ് ആ മദ്ഹബ് സലഫി അത് എന്ന രീതിയിൽ അവർ വിശദീകരിക്കുന്നത് കാണാം. അതായത് ഈ 4 ഇമാമുമാർ തന്നെയാണ് സലഫുകളെന്നും അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് സലഫി മൻഹജ് രൂപപ്പെട്ടതെന്നും ഈ പണ്ഡിതന്മാർ ഇതുമായി ചേർത്ത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ നാസറുദ്ദീൻ അൽബാനിനെ നമ്മൾ പ്രത്യേകം ഈ വിഷയത്തിൽ പരാമർശിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തോട് ചേർത്തുകൊണ്ടാണ് പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ മദ്ഹബ് നിരാസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നാസറുദ്ദീൻ അൽബാനിനെയാണ് പരാമർശിക്കുന്നത്. പക്ഷേ ഈ ഷേഖ് നാസറുദ്ദീൻ അൽബാനി പോലും അദ്ദേഹം പറയുന്നത്, ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ, ഒരാൾക്ക് ഒരു പഠിക്കാൻ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ 4 മദ്ഹബുകൾ ഏതെങ്കിലും തിരഞ്ഞെടുക്കുകയും അതിൻ്റെ രൂപേണ ഫിഖ്ഹ് മനസ്സിലാക്കാൻ അത് സഹായിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ പിന്നീട് ആ സ്റ്റുഡൻറ്, ആ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥി അതിൽ നിന്ന് മുന്നോട്ട് പോവുകയും പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് ഷേഖ് നാസറുദ്ദീൻ അൽബാനി പറയുന്നത്. അല്ലാതെ മദ്ഹബ് നിരാസത്തെക്കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ രചനകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ സലഫി മെത്തഡോളജിയെ കുറിച്ച് തന്നെ നമുക്കറിയാം, പലവട്ടം നമ്മൾ സംസാരിച്ചതാണ്. ഖുർആന്റെയും ശരിയായ സുന്നത്തിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ്
ഈ യഥാർത്ഥത്തിൽ സലഫി മെത്തഡോളജി വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ ഏതെങ്കിലും മദ്ഹബിൻ്റെയോ ഏതെങ്കിലും പണ്ഡിതൻ്റെയോ അഭിപ്രായങ്ങളുടെ മേലല്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും തെളിവുകൾ വർത്തമാനം പറയട്ടെ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ സലഫി മൂവ്മെന്റുകൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മദ്ഹബുകളെ അംഗീകരിച്ചു കൊണ്ട് തന്നെ സലഫി പണ്ഡിതന്മാർ വളരെ മികവുറ്റ, ഈ വിഷയത്തിൽ നല്ല ധാരണയുള്ള പണ്ഡിതന്മാർക്ക് ഇജ്തിഹാദ് അത്യാവശ്യമാണെങ്കിൽ ആ വിഷയത്തിൽ കൈകാര്യം ചെയ്യുവാനും പുതിയ വിഷയങ്ങൾക്ക്, അതായത് മുൻകാലങ്ങളിൽ വന്നിട്ടില്ലാത്ത വിഷയങ്ങളിൽ ഇജ്തിഹാദ് നടത്തുവാനും അത് വളരെ അനിവാര്യമായും തന്നെ ഈ പണ്ഡിതന്മാർ പറയുന്നത് കാണുവാൻ കഴിയും. കാരണം ഏതെങ്കിലും മദ്ഹബ് പിൻപറ്റുന്നത് അതൊക്കെയും അതൊരു ഒരിക്കലും തെറ്റ് പറ്റാത്തതാണെന്നും അത് സമ്പൂർണ്ണമാണെന്നും കരുതുന്നത് ശരിയല്ല എന്നാണ് സലഫി പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പ്രത്യേകമായും എടുത്തു പറയുന്നത്. അതുപോലെ നമുക്ക് ഇത് പറയുമ്പോൾ 4 ഇമാമുമാരും അതുപോലെ തന്നെ അവരുടെ ചിന്തകളെയും ഈ 4 ഇമാമുമാരെ കുറിച്ചിട്ടുള്ള സലഫി മൂവ്മെന്റുകളിലെ ചർച്ചകളെയും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ആദ്യം ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കാം. 699 ജനിക്കുകയും 767 മരണമടയുകയും ചെയ്ത ഇമാം അബൂ ഹനീഫയെ താബീങ്ങളിൽ പെടുത്തി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് കാണാം. ഇമാം ദഹബി, ഇമാം ഇബ്ൻ ഹജർ, ഇമാം അസുയൂത്തി പോലുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തെ താബികളിലാണ് പെടുത്തുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം താബികളിലല്ല, താബിയിലാണ് പെടുത്തേണ്ടതെന്നും പറയുന്ന ഒരു അഭിപ്രായം കാണാം. കാരണം താബിയിലാണ് എന്ന് പറയുന്നവർ ഇമാം പ്രമുഖ സഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് കണ്ടു എന്നതുകൊണ്ടാണ്. അതുമല്ലാതെ മറ്റു ചില സഹാബിമാരെ നേരിട്ട് കണ്ടത് കൊണ്ടാണ് അദ്ദേഹത്തെ താബിയായി പെടുത്തുന്നത്. എന്നാൽ ഇദ്ദേഹം ഇമാം അബൂ ഹനീഫ ഈ സഹാബിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതായി കാണുന്നില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തെ താബിയിൽ പെടുത്താം എന്ന് പറയുന്ന മറ്റൊരു അഭിപ്രായവും നമുക്ക് കാണാം. എന്തു തന്നെയാണെങ്കിലും സലഫു സാലിഹ്യങ്ങളിലെ ഏറ്റവും സുപ്രധാനമായ 4 ഇമാമുമാരിൽ ഏറ്റവും സീനിയറായ ഒരു മഹാനായ പണ്ഡിതൻ എന്ന നിലയിൽ ഇമാം അബൂ ഹനീഫയുടെ സ്ഥാനം വളരെ അനിഷേധ്യമാണ്. കാരണം ഇമാം അബൂ ഹനീഫയുടെ കാലഘട്ടം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകം പെതുക്കെ വളർന്നു വലുതാവുന്നു. അതുപോലെ തന്നെ ശരീഅത്തിനോടുള്ള കാഴ്ചപ്പാടുകൾ മാറാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു. മുസ്ലിം സമൂഹത്തിന്റെ വളർച്ചയും ജിയോഗ്രഫിക്കലായി തന്നെ വളർച്ചയുടെയും അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ഭൗതികമായ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇമാം അബൂ ഹനീഫ അൽ ഇസ്തിഹ്സാൻ പോലുള്ള പൊതുനന്മയുമായി ബന്ധപ്പെട്ട പുതിയ ചിന്തകൾ ഫിഖഹിന്റെ അടിസ്ഥാന സ്രോതസ്സായി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടവും നമുക്കറിയാം. ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും ആൾക്കാർക്കിടയിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ഇമാം അബൂ ഹനീഫയെയും കൂട്ടരെയും അഹ്ലുർ റഅയ്, അഭിപ്രായത്തിന്റെ ആൾക്കാർ എന്ന് പറയുന്ന ചില നിലപാട് പോലും അക്കാലത്ത് രൂപപ്പെടുകയുണ്ടായി. എന്നാൽ ഇതിന്റെ പേരിൽ ഇമാം അബൂ ഹനീഫ ഹദീസിനെ അത്ര അവഗണിച്ചു, വേണ്ടത്ര രീതിയിൽ പരിഗണന കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ആരോപണങ്ങളൊക്കെ ഉണ്ടായത് നമുക്ക് കാണാം. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ഫത്താവകളിൽ ഈ ഒരു പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. മൻ ളന്ന ബി അബി ഹനീഫ വഗൈരിഹി മിൻ അഇമ്മത്തുൽ മുസ്ലിം അന്നഹും യതഅമ്മദൂന മുഖാലിഫത്തുൽ ഹദീസ് സ്വഹീഹ് ലിഖിയാസിൻ വഗൈരി ഖദ് അഖ്ത അലൈഹിം എന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒരിക്കലും ഇമാം അബൂ ഹനീഫയോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരുമോ ഹദീസിനെ അവഗണിച്ചുകൊണ്ട് വേറെ പല തീരുമാനങ്ങൾ എടുത്തു എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റാണെന്നും അങ്ങനെ പറയുന്നവർ ഒരു വെറും ഊഹാപോഹങ്ങളും അല്ലെങ്കിൽ അവരുടെ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമെന്നും ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇമാം അബൂ ഹനീഫയെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രാമാണികതയെ ഉയർത്തിക്കൊണ്ട് അഭിപ്രായം പറയുന്നത് അദ്ദേഹത്തിന്റെ ഫത്വകൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫയെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ഒരിക്കലും ഇമാം അബൂ ഹനീഫയുടെ കാഴ്ചപ്പാടുകൾ ഏതെങ്കിലും ഹദീസിന് വിരുദ്ധമാണ് എന്ന് തോന്നിയാൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറയുന്നത്, ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത് ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് കാരണം ഒരു പക്ഷേ എന്തെങ്കിലും പണ്ഡിതോചിതമായ കാരണങ്ങളാവാം, അല്ലെങ്കിൽ ആ ഹദീസ് അദ്ദേഹത്തിന്റെ പക്കൽ എത്തിയിട്ടില്ലാത്തതാവാം, അതുമല്ലെങ്കിൽ അവ്യക്തത കൊണ്ടുമാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റുള്ള കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അതിന് ഒരുപാട് തെളിവുകളുടെയും ഒരു കാരണത്താലാവാം. അതല്ലാതെ ഇമാം അബൂ ഹനീഫയ്ക്ക് അങ്ങനെ ഒരു ഹദീസ് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുക സാധ്യമല്ല എന്ന്
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇമാം അബൂ ഹനീഫയെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റഫുൽ മലാം അൻ അഇമ്മത്തുൽ അലാം, പ്രമുഖരായ ഇമാമുമാർക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ ഒരു കിതാബ് പോലും എഴുതുന്നത് നമുക്ക് കാണാം. ആ തരത്തിൽ ഇമാം അബൂ ഹനീഫയെ ഷെയ്ഖ് സാലിഹ് ഹുസൈമീൻ പോലെ, അല്ലെങ്കിൽ മുമ്പ് വന്ന നേരത്തെ വിശദീകരിച്ച ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള പണ്ഡിതന്മാരെല്ലാം ഇമാം അബൂ ഹനീഫ എന്ന് പറയുന്നത് അഗ്രഗണ്യനാണെന്നും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അത് താബി എന്ന നിലയിലോ അല്ലെങ്കിൽ താബി എന്ന നിലയിലോ അത് സ്വീകാര്യമാണെന്നും, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഹദീസിന് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായ കാരണങ്ങൾ കൊണ്ട് മാത്രമാണെന്നും മനസ്സിലാക്കണമെന്നാണ് ഇമാം അബൂ ഹനീഫയെ കുറിച്ച് സലഫി പണ്ഡിതന്മാർ തന്നെ പ്രത്യേകം വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അടുത്തതായി നമുക്ക് കാണാം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റഹ്മഹുല്ലാ 711 ജനിക്കുകയും 795 മരണമടയുകയും ചെയ്ത പ്രധാനിയായ ഒരു താബിയായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ എണ്ണുന്നത്. അതായത് സലഫി മെത്തഡോളജിയിൽ മറ്റുള്ള 3 ഇമാമുമാരെ പോലെ തന്നെ ഇമാം മാലിക്കും ഇതേ വിഷയം തന്നെ സലഫ് സാലിഹ്യങ്ങളിൽ പെടുന്ന ഒരാളാണെന്നും, അതുകൊണ്ട് തന്നെ ഖുർആന്റെയും സുന്നത്തിനെയും പോലെ തന്നെ പ്രാമാണികമായി തന്നെ ഇമാം മാലിക്കും മാറുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ഇമാം മാലിക് പോലും ഇമാം അബൂ ഹനീഫയും പറഞ്ഞതായി നമുക്ക് റിപ്പോർട്ടിൽ കാണാം, ഏതെങ്കിലും ഒരു തരത്തിൽ എൻ്റെ അഭിപ്രായം ഖുർആനോ സുന്നത്തിനോ വിരുദ്ധമാണെങ്കിൽ അത് ഉപേക്ഷിക്കണമെന്ന് ഇമാം അബൂ ഹനീഫയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം മാലിക്കും പറയുന്നുണ്ട്, ഇന്നമാ അനാ ബശറുൻ അഖ്തി വ അസീബ്, അതായത് ഞാനൊരു മനുഷ്യനാണ്, ഞാൻ തെറ്റ് പറ്റാം, എനിക്കും ശരിയും പറ്റാം, അതുകൊണ്ട് തന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ ഖുർആനും സുന്നത്തിനും അനുകൂലമാവുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് ഇമാം മാലിക് പറഞ്ഞതായി നമുക്ക് വിവിധ രചനകളിൽ തന്നെ കാണുവാൻ കഴിയും. ഇമാം മാലിക്കിന്റെ അദ്ദേഹത്തിന്റെ മുവത്ത ഒരുപക്ഷെ ഹദീസിന്റെ ശേഖരണത്തിൽ ഏറ്റവും സുപ്രധാനമായ രചനകളിൽ ഒന്നാണല്ലോ ഇമാം മാലിക്കിന്റെ മുവത്ത. അതിന്റെ ഒരു സ്വീകാര്യത പോലും, ആ ഹദീസ് സ്വീകരിക്കുന്നതിൽ ഇമാം മാലിക് സ്വീകരിച്ച ശ്രദ്ധ പോലും അത് പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫിഖ്ഹി കാഴ്ചപ്പാടുകളും ഫിഖ്ഹി അഖീദ കാഴ്ചപ്പാടുകളെല്ലാം മദീനയിലെ സ്വഹാബികളുടെയും അവരുടെ ജീവിതത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. ഒരു തരത്തിലും അതിൽ നിന്ന് വ്യത്യസ്തരാകുവാൻ ഇമാം മാലിക് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ കൗക്കബുൽ ഉബൈദ് ഫിഖുൽ ഇബാദത്തിൽ അലാ മദ്ഹബുൽ മാലിക്കി എന്ന് പറയുന്ന രചനയിൽ ഈ ഒരു വിഷയം വ്യക്തമായി പറയുന്നത് നമുക്ക് കാണാം. ഒരു തലത്തിലും ഇമാം മാലിക് ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായി ഒരു നിയമം രൂപപ്പെടുത്തുവാൻ തയ്യാറായിരുന്നില്ല എന്നും, എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ ഉത്തരം പറയാൻ മടിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സീറ, ഇമാം മാലിക്കിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തന്നെ ഇമാം മാലിക്കിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇമാം മാലിക് അഖ്വമുന്നാസ് ബി മദ്ഹബ് അഹ്ലിൽ മദീന റിവായത്തും വറഅയ. അദ്ദേഹം പറയുന്നുണ്ട്, കാഴ്ചപ്പാടുകളുടെയും അല്ലെങ്കിൽ ഹദീസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മദീനയുടെ ആൾക്കാരുടെ മദ്ഹബിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഇമാം മാലിക്. അദ്ദേഹത്തിന്റെ അങ്ങനൊരു കാഴ്ചപ്പാടുകളിൽ ഒരു തെറ്റും സംഭവിക്കാത്ത തരത്തിൽ സൂക്ഷ്മാലുവായിരുന്നു എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇമാം മാലിക്കിനെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോഴും അറിയാം, സൗദി അറേബ്യയിലെ മദീന അടക്കമുള്ള ചുറ്റുപാട് ഭാഗങ്ങളിൽ സലഫി പണ്ഡിതന്മാർ തന്നെയാണെങ്കിലും ഇമാം മാലിക്കിന്റെ മദ്ഹബ് പിൻപറ്റുന്നത് നമുക്ക് കാണാം. അതായത് മക്കയുടെ ചുറ്റുപാടും പ്രദേശങ്ങളിലും ബഗ്ദാദിന്റെ അടക്കമുള്ള ഭാഗങ്ങളിലൊക്കെയും ഒരുപക്ഷെ ഹംബലി മദ്ഹബിന് സ്വാധീനമുണ്ടെങ്കിൽ, എന്നാൽ മദീനൻ ഭാഗങ്ങളിൽ ഇമാം മാലിക്കിന്റെ സ്വാധീനം ഇപ്പോഴും ശക്തമാണ്. സലഫി പണ്ഡിതന്മാർ അടക്കം ഇമാം മാലിക്കിന്റെ മദ്ഹബിനെ പിൻപറ്റുന്നതും നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട്, ആരെങ്കിലും അതായത് ശരീഅത്തിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് അത് അറിയണമെങ്കിൽ അത് ഇമാം മാലിക്കിന്റെ തന്നെ അസ്ലുകൾ പഠിക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ അഭിപ്രായം പറഞ്ഞത് കാണാം. മൻ തദബ്ബറ ഉസൂലുൽ ഇസ്ലാം വ ഖവായിദ് ശരിയ, ശരീഅത്തിന്റെ പ്രിൻസിപ്പിളും അതും ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് ആലോചിക്കുന്നവന് അവർക്ക് വജദ ഉസൂലുൽ മാലിക് വഅഹ്ലുൽ മദീന അസഹ്ഹു ഉസൂലു വ ഖവായിദ്, ഇമാം മാലിക്കിന്റെയും അതുപോലെ തന്നെ മദീനൻ പീപ്പിളുകളുടെയും പ്രിൻസിപ്പിളാണ് ഏറ്റവും ബെസ്റ്റ് ആയത്, ഏറ്റവും നന്നായത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം മാലിക്കിനെയും അതുപോലെ തന്നെ ഇമാം അബൂ ഹനീഫയെയും അത് ആദരിക്കുന്നത് പോലും അതുപോലെ തന്നെ സ്ഥാനം നൽകുന്ന പോലെ തന്നെ ഈ രണ്ട് മദ്ഹബുകളെയും ശക്തമായി ഒരു തഖ്ലീദിന്റെ സ്വരൂപത്തിൽ ബ്ലൈൻഡ് ഫോളോയിങ്
ഒരു അന്ധമായ ഒരു അനുകരണം സംഭവിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തതും സലഫി പണ്ഡിതന്മാരുടെ രചനകളിൽ നമുക്ക് കാണാം. മൂന്നാമതായി ഇമാം ഷാഫി റഹിമഹുള്ളയാണ്. 767 ജനിക്കുകയും 820 മരണമടയുകയും ചെയ്യുന്ന ഇമാം ഷാഫി, അദ്ദേഹവും താബിയിൽ പെടുന്ന ആളാണ്. ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ്. ഇമാം ഷാഫി പോലും മറ്റ് രണ്ട് ഇമാമുമാരെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും അഭിപ്രായം ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായി എൻ്റെ വർത്തമാനങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം ഒഴിവാക്കിയേക്കണം എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ നമുക്ക് കാണാം. ഇമാം ഷാഫിയാണ് ഫിഖഹിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഉസൂലുൽ ഫിഖഹിന്റെ അടിയാധാരം നിർവഹിച്ചത് എന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇമാം ഷാഫിയുടെ നിലപാടുകൾ ഒരു പക്ഷേ സലഫി മൻഹജുകളിൽ വളരെ കാര്യമായി തന്നെ സ്വീകരിച്ചത് കാണാം. കാരണം ഇമാം മാലിക്കിന്റെ കാഴ്ചപ്പാടുകൾ, അതായത് ഈ ഇസ്ലാമിന്റെ അടിസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് കായികകൾ, ഒരുപാട് ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് സംസാരിച്ചത് ഇമാം മാലിക്കാണ്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ലോജിക്കും റീസണിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചത് ഇമാം അബൂ ഹനീഫയാണ്. എന്നാൽ ഇമാം ഷാഫി ഈ ഒരു വിഷയത്തിൽ ഫിഖഹിന്റെയും അഖീദയുടെയും ശരീഅത്ത് നടപ്പിലാക്കുന്ന വിഷയത്തിൽ കൂടുതൽ ഗൗരവവും കൂടുതൽ കണിശവുമായ നിലപാട് സ്വീകരിച്ച പണ്ഡിതന്മാരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ സലഫി പണ്ഡിതന്മാർ ഇമാം ഷാഫിയുടെ കാഴ്ചപ്പാടുകളെ ഒരു പ്രധാനമായി, ഇമാം അഹ്മദ് ഹംബലിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നുണ്ട്. ഇമാം ഷാഫി ഇമാം അഹ്മദ് ഹംബലിന്റെ ഉസ്താദും കൂടെയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാട് വളരെ കൂടുതൽ ചർച്ചകളിൽ ഇമാം ഷാഫിയുടെ പേര് നമുക്ക് പരാമർശിക്കുന്നത് കാണാം. കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, ഇമാം ഷാഫി ജീവിച്ചിരുന്ന ഒരു പശ്ചാത്തലം, കാരണം ബാഗ്ദാദ് എന്ന് പറയുന്ന ഹാറൂൺ റഷീദിന്റെയൊക്കെ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകം പടർന്ന് പന്തലിക്കുകയും നിരവധി ചിന്തകളും വിഷയങ്ങളും ഇസ്ലാമിക ലോകത്തേക്ക് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ജനസമൂഹത്തിനിടയിൽ ശരീഅത്തിനോടും നിയമാവലികളോടും ഇസ്ലാം പറയുന്ന മാർഗനിർദ്ദേശങ്ങളോടും വളരെ ദുർബലമായ ചില ബന്ധങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇമാം ഷാഫിയും ഇമാം അഹ്മദ് ഹംബലും എല്ലാം അവരുടെ ചിന്തകൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകളിൽ കൂടുതൽ കർക്കശമായ ഒരു സമീപനം നമുക്ക് കാണാം. അതായത് ഒരു തീവ്രം എന്നതിനേക്കാളും അപ്പുറം കണിശമായ ഒരു നിലപാട് ശരീഅത്തിനോട് വേണമെന്നും ശരീഅത്ത് വളരെ സൂക്ഷ്മമായി തന്നെയാണ് ശരീഅത്തിനോട് സമീപിക്കേണ്ടതെന്നും ഇസ്ലാം പഠിപ്പിച്ച, സലഫ് സാലിഹ്യങ്ങൾ പഠിപ്പിച്ച ഖുർആനും സുന്നത്തും നമ്മളോട് പറയുന്ന തരത്തിലുള്ള അതേ രീതികൾ നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ഫിഖഹിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും വേണമെന്നും വാശി പിടിച്ച രണ്ട് മഹാന്മാരായ ഇമാമുമാരാണ് ഇമാം ഷാഫിയും ഇമാം അഹ്മദ് ബിൻ ഹംബലും. കാരണം അവരുടെ ജീവിത പശ്ചാത്തലം അതിന് കാരണമാക്കിയിരുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഷാഫിയുടെ ഇതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യനായിരുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബലാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല 780 ജനിക്കുകയും 855 അദ്ദേഹം മരണമടയുകയും ചെയ്യുന്നത്. ഇമാം ഷാഫിയുടെ തന്നെ കാലത്ത് ജീവിച്ചിരുന്ന താബികളിൽപ്പെട്ട സലഫുകളിൽപ്പെട്ട പണ്ഡിതൻ തന്നെ ആയിരുന്നല്ലോ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ സലഫി മൂവ്മെന്റുകൾ പിൽക്കാലത്ത് അദ്ദേഹത്തെ ഇമാം അഹ്ലുസുന്ന എന്ന പേര് കൊണ്ടാണ് വിളിച്ചത്. അതിന് പ്രധാനമായ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അബ്ബാസി കാലഘട്ടത്തിൽ രൂപപ്പെട്ട തിയോളജിക്കൽ ഗ്രൂപ്പുകൾ, ദൈവതത്വശാസ്ത്രപരമായ ചർച്ചകൾ, ഖിലാഫത്തിന്റെ തലസ്ഥാനത്തേക്ക് ബാഗ്ദാദിന്റേക്കും ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലേക്കും കയറി വന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ചർച്ചകൾ, ഫിലോസഫികൾ, അതായത് പേർഷ്യൻ ഫിലോസഫി, അതുപോലെ തന്നെ റോമൻ ഗ്രീക്ക് ഫിലോസഫി, ഇന്ത്യൻ ഫിലോസഫി അടക്കമുള്ള വിവിധ ഫിലോസഫികൾ, അതിൻ്റെ ഭാഗമായി മുസ്ലിം സമൂഹത്തിലുണ്ടായ പുതിയ ചില ഉണർവുകൾ, ചില പുതിയ വായനകൾ, ശരീഅത്തിനോടും ഫിഖ്ഹിനോടും അതുപോലെ തന്നെ അഖീദയോടുമുള്ള വ്യത്യസ്തമായ നിലപാടുകൾ, ഇതെല്ലാം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പ്രധാനമായും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കിയത്. അതുകൊണ്ട് തന്നെ മുഅ്തസിലി പോലുള്ള വിഭാഗങ്ങൾ അബ്ബാസി ഖിലാഫത്തിൽ ശക്തമായി പിടിമുറക്കുകയും അവരുടെ കാഴ്ചപ്പാടുകൾ അബ്ബാസി ഖിലാഫത്തിന്റെ സ്റ്റേറ്റ് തിയോളജിക്കൽ ഡയമെൻഷനായി സ്വീകരിക്കുകയും ചെയ്തു.
അതിൻ്റെ ഫലമായി ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെ, ഇമാം ഖുസായിനെ പോലെ ഒരുപാട് പണ്ഡിതന്മാർ പീഡനം അനുഭവിക്കുകയും ധാരാളം പേർ കൊലയപ്പെടുകയും ജയിലടയ്ക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇര ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്നെയാണ്. ഒരു ഭരണകൂടം ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ തിയോളജിക്കൽ ഡയമെൻഷനെ സ്വീകരിച്ചുകൊണ്ട് അതിനെതിരിടുന്ന പണ്ഡിതന്മാരെയെല്ലാം നിശബ്ദരാക്കുന്ന ഒരു സമീപനമായിരുന്നു. ഭരണകൂട വിമർശനം സജീവമാക്കിയ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഇമാം അഹ്മദ് ഹംബലിനെ നമുക്ക് കാണാം. ഇമാം അഹ്മദ് ഹംബലിനെ ഭരണകൂട നിലപാടിലെ വിമർശിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ സ്വീകരിച്ച സമീപനത്തെ പിൽക്കാല സലഫി പണ്ഡിതന്മാർ വേണ്ടളവോളം അദ്ദേഹത്തെ ഈ ഒരു കാഴ്ചപ്പാടിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. അതായത് ഭരണകൂട വിരുദ്ധതയുടെ കാര്യത്തിൽ, ഭരണകൂട വിമർശനത്തിന്റെ കാര്യത്തിൽ ഇമാം അഹ്മദ് ഹംബലിന്റെ സമീപനങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എന്താണെങ്കിൽ പോലും ഈ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെട്ട ഇങ്ങനെയുള്ള തിയോളജിക്കൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു പ്രധാന ഇരയായി ഇമാം അഹ്മദ് ഹംബൽ മാറിയതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇമാം അബുൽ ഹസൻ അൽ അഷ്അരി ഫിലോസഫിയുടെ അഷ്അരി തിയോളജിക്കൽ ഗ്രൂപ്പിന്റെ ഫൗണ്ടിങ് ഫാദർ എന്ന നിലയിൽ നമ്മൾ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ പല ചിന്തകൾക്കെയും മാറ്റിവെക്കുകയും ഇമാം അഹ്മദ് ഹംബലിന്റെ കാഴ്ചപ്പാടിനെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഷെയ്ഖ് മുഹമ്മദ് ഇസ്മായിൽ അൽ മുഖദ്ദിം എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ രചനകളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ഇത്രത്തോളം വിവിധ പണ്ഡിതന്മാരെ തന്നെ ശക്തമായ സ്വാധീനം ചെലുത്താൻ പോലും ഇമാം അഹ്മദ് ഹംബലിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നീട് വന്ന സലഫി മെത്രോളജികളിൽ ഇമാം അഹ്മദ് ഹംബലിന്റെ സലഫി മൂവ്മെന്റിന്റെ ഒരു പ്രധാനിയായി പ്രതിഷ്ഠിക്കാനുള്ള കാരണം ലോജിക്കിന്റെയും റീസണിന്റെയും അടിസ്ഥാനത്തിൽ, അഖലിനെ ഇന്റലക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ടെക്സ്റ്റിനെ കൈകാര്യം ചെയ്യുന്ന മുഅ്തസിലി വിഭാഗക്കാരെയും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് വിഭാഗങ്ങളെയും കൈകാര്യം ചെയ്തതുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ടെക്സ്റ്റിനേക്കാളും, അതായത് ഇന്റലക്റ്റിനേക്കാളും, ബുദ്ധിയെക്കാളും, റീസണിങ്ങിനേക്കാളും സുന്നത്തിനും ഖുർആനിനും, അതായത് ടെക്സ്റ്റിനാണ് പ്രാധാന്യമെന്ന് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് സലഫി മൂവ്മെന്റുകളെ വിമർശിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന പദാവലികളാണല്ലോ ലിറ്ററലിസം എന്ന് പറയുന്ന ഒരു ടേം, ഒരു സംജ്ഞ. ആ ഒരു ആശയം പോലും കണക്ട് ചെയ്യപ്പെടുന്ന യഥാർത്ഥത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ നിലപാടുകളിലേക്കാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം അഹ്മദ് ഹംബൽ ഒരു പദാനുപദ അല്ലെങ്കിൽ ഒരു അക്ഷരവായനയുടെ ഒരു പണ്ഡിതനായിരുന്നു എന്നുള്ള ഒരു നിലപാട് വളരെ തെറ്റാണ്. കാരണം അദ്ദേഹം ഒരുപോലെ തന്നെ ഖുർആനിന്റെ ടെക്സ്റ്റിനെ തന്നെ ഉപയോഗിച്ചു കൊണ്ട് തന്നെ വളരെ യുക്തിപരമായി തന്നെ മുഅ്തസിലി വിഭാഗങ്ങൾക്ക് മറുപടി പറയുകയും അങ്ങനെ അവസാനം മുത്തവക്കിലിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തുമ്പോൾ ആ മുഅ്തസിലികളുടെ ഒരു സ്വാധീനം അബ്ബാസി ഖിലാഫത്തിൽ തന്നെ ഇല്ലാതാക്കുവാൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയ്ക്ക് കഴിഞ്ഞു എന്നതും കൂടി ചരിത്ര സത്യമാണ്. അതെങ്ങനെയാണ് സാധ്യമായത്? ടെക്സ്റ്റിന്റെ വർത്തമാനം മാത്രമല്ല, ടെക്സ്റ്റിനെയും യുക്തിയെയും സമാസമം തന്നെ ചേർത്തുകൊണ്ട് തന്നെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവർക്ക് മറുപടി നൽകിയത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു ലിറ്ററലിസ്റ്റിക് വായനയാണ് സലഫിസം എന്നും അതിൻ്റെ ഒരു ഉപജ്ഞാതാവാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ഒരു ആരോപണം അദ്ദേഹത്തിന്റെ സംഭാവനകളോടും അദ്ദേഹത്തിന്റെ അക്കാദമിക വ്യവഹാരങ്ങളോടുമുള്ള ഒരു അവജ്ഞ നിറഞ്ഞ കാഴ്ചപ്പാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ തന്നെ ഈ ഒരു നിലപാട് ഉള്ളത് കൊണ്ട് അഖീദയെ സംരക്ഷിക്കുക, ഫിഖഹിനെ സംരക്ഷിക്കുക, ഖുർആനും ഹദീസും സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ഗൗരവത്തോടുകൂടി സമീപിക്കുക, അതിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുക, സലഫു സാലിഹുകളുടെ ജീവിതത്തിൽ നിന്ന് അണുകിട വ്യത്യാസം വരാതെ അതേപടി ശരീഅത്തിനെയും ഫിഖഹിനെയും സ്വീകരിക്കുക എന്ന നിലപാടുള്ളത് കൊണ്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത് പോലെ പിന്നീട് വന്ന മഹാന്മാരായ സലഫി മൂവ്മെന്റിലെ അല്ലെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ അധികവും ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ആ ഒരു മദ്ഹബ് ഫോളോ ചെയ്യുന്ന നമുക്ക് കാണാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖ് ഇബ്നു ഖയ്യിം, ഇബ്നു റജബ്, പിന്നീട് 18-ാം നൂറ്റാണ്ടിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അടക്കമുള്ള പണ്ഡിതന്മാരെല്ലാം ഹംബലി മദ്ഹബിന്റെ അനുയായികൾ തന്നെയായിരുന്നു. പിന്നീട് ആലു ഷെയ്ഖ്, അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബത്തിലെ ഒട്ടുമിക്ക പണ്ഡിതന്മാരും സമകാലികനായ പണ്ഡിതനായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് എല്ലാവരും ഹംബലി മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ
ഉറച്ചു നിന്ന ആൾക്കാരായിരുന്നു എന്ന് നമുക്ക് ചരിത്രം നോക്കുമ്പോൾ കാണുവാൻ കഴിയും. അതുപോലെയാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളപ്പോൾ തന്നെ എങ്ങനെയാണ് മദ്ഹബുകളെ സ്വീകരിക്കേണ്ടതെന്ന് ചർച്ചയും നമുക്ക് സലഫി മൂവ്മെന്റുകളുടെ രചനകളിലും ചിന്തകളിലും കാണാം. ഷെയ്ഖ് മുഹമ്മദ് ഇസ്മായിൽ അൽ മുഖദ്ദിം അദ്ദേഹം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അസലഫിയുൻ വലി ഹവാലി ഹാദിയൽ എന്ന് പറയുന്ന ആ ഒരു രചനയിൽ ഷെയ്ഖ് മുഖദ്ദിമിന്റെ ഒരു പ്രസ്താവന പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരു മദ്ഹബിനെ ഫോളോ ചെയ്യുന്നത് അനുഗമിക്കുന്ന തെറ്റൊന്നുമല്ല. അതായത് ഒരു ശക്തമായ ഒരു തീവ്രത നിന്ന് സ്വതന്ത്രമായിക്കൊണ്ട് ഒരു നല്ല ഒരു രീതിയിൽ മദ്ഹബിനെ ഫോളോ ചെയ്യുന്നത് കുഴപ്പമൊന്നുമല്ല. അത് ഏറ്റവും നല്ല നിലപാട് തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ഒരു ഇമാമും മറ്റൊരു ഇമാമിൽ നിന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ അത് കാര്യമായി പരിഗണിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനോടുള്ള ഒരു മദ്ഹബോടുള്ള ഒരു കാഴ്ചപ്പാടിൽ സലഫികൾക്കിടയിൽ രൂപീകരിക്കുന്ന ഒരു ചിന്തയാണ് ഇത്തിബാ എന്ന് പറയുന്ന ഒരു തിയറിയാണ്. അതായത് തഖ്ലീദിനേക്കാളും അപ്പുറം, ഒരു അന്ധമായ ഒരു അനുകരണത്തെക്കാളും അപ്പുറം അത് തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ട് വിഷയങ്ങളെ അനുഗമിക്കുക എന്ന് പറയുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ്, അതായത് തെളിവുകളാണ് ഒരു മുസ്ലിമിന് വേണ്ടത്. ഒരു സാധാരണ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിബാ ആ ഒരു വിഷയത്തെ പിൻപറ്റാമെങ്കിലും, പക്ഷേ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ അനിവാര്യമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു മുസ്ലിമിനെ ഇത്തിബാ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പണ്ഡിതനോട് തെളിവുകൾ അന്വേഷിച്ചുകൊണ്ട് ആ തരത്തിലുള്ള ഒരു അനുസരണം അല്ലെങ്കിൽ ഒരു അനുഗമനമാണ് ആവശ്യം വേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതായത് ഒരു സാധാരണക്കാരായ പണ്ഡിതനാണെങ്കിൽ പോലും അന്ധമായ ഒരു അനുകരണത്തെക്കാളും അപ്പുറം ഏതെങ്കിലും പണ്ഡിതന്മാരോട് അതിനെക്കുറിച്ച് ദലീലുകൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചും അവർ വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ എവിഡൻസ്, ഏതെങ്കിലും മദ്ഹബിനേക്കാളും അപ്പുറം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഫിഖ്ഹിനെ സ്വീകരിക്കേണ്ടതെന്ന് വളരെ കർക്കശമായി തന്നെ അവർ പറയുന്നുണ്ട്. അതിൽ പൊതുവായി അവർക്കിടയിൽ, ഈ സലഫി വിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും പ്രമുഖമായ ഒരു പദാവലിയാണ് ഹദീസ് അത് ശരിയാണെങ്കിൽ അതായിരിക്കും എൻ്റെ മദ്ഹബ് എന്ന് പറയുന്ന ഒരു നിലപാട് നമുക്ക് കാണാം. ഇത് പൊതുവെ സലഫി മൂവ്മെന്റുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സമീപനമാണ്. എവിടെയാണോ ശരിയായ ഹദീസ് ഉള്ളത് അതാണ് എൻ്റെ മദ്ഹബ് എന്ന് പറയുന്ന രീതി. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു മദ്ഹബിനോട് ഓവർ റിലയൻസ്, വല്ലാണ്ട് അവലംബിക്കുന്നതിനേക്കാളും അപ്പുറം ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമങ്ങളെ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഈ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വിഭാഗീയതയും സെക്ടേറിയനിസത്തെയും എതിർക്കുക എന്നതും കൂടെയാണ്. അതായത് ജാഹിലിയ കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള വിവിധ പക്ഷപാതിത്വങ്ങൾ, അസബിയ മുസ്ലിം സമൂഹത്തിലും പിൽക്കാലത്ത് രൂപപ്പെട്ടിരുന്നല്ലോ, അത് തടയേണ്ടതാണ് എന്ന് പറയുന്നത് കാണാം. ഷെയ്ഖ് ഇബ്നുൽ ഖാസിം അദ്ദേഹത്തിന്റെ ഹാഷിയത്തുൽ റൗദൽ മുർബി എന്ന് പറയുന്ന രചനയിൽ ഈ ഒരു വിഷയം വിശദമായി തന്നെ പറയുന്നുണ്ട്. മദ്ഹബുകളോടും പണ്ഡിതന്മാരോടുമുള്ള അന്ധമായ അവരെ അനുകരിക്കലും, മറ്റൊരേക്കാളും അപ്പുറം ഇവർക്ക് പ്രാധാന്യം നൽകലും, അവരോട് മുഴുവൻ ലോയാലിറ്റിയും നൽകലും, അതും ഒരു വിവരവുമില്ലാതെ ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്നതുമെല്ലാം യഥാർത്ഥത്തിൽ അത് സുന്നത്തിന് വിരുദ്ധമായ നിലപാടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഒരു മുസ്ലിമിന്റെ ഒരു ഡ്യൂട്ടി എന്താണ്? അദ്ദേഹം പറയുന്നത്, പ്രധാനമായും മുസ്ലിമിന്റെ ഒരു ഉത്തരവാദിത്തം പറയുന്നത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പിൻപറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എവിടെയാണോ അത് സാധ്യമാവുന്നത് ആ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ വിരുദ്ധമായ ഒരു സമീപനം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഒരു പണ്ഡിതനും ആ ഒരു തരത്തിലുള്ള ഒരു പരിപൂർണമായ ഒരു അവരെ അനുകൂലിക്കുന്ന, അവരെ അനുഗമിക്കുന്ന ഒരു സമീപനത്തിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ റസൂലിനെ മാത്രമാണ് നമ്മൾ ശരിയായ രീതിയിൽ നിരുപാധികമായ പിൻപറ്റൽ വേണ്ടതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ആധുനികമായ ചില മദ്ഹബുകൾക്കിടയിലുള്ള ചില പ്രാക്ടീസുകളെയും സലഫി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അത് ഷെയ്ഖ് അൽബാനി തന്നെ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതായത് ചില രാഷ്ട്രങ്ങളിൽ ഇമാം മാലിക്കിനോടുള്ള ഒരു വിഭാഗ്യത നമുക്ക് കാണാം. തുർക്കിയിൽ പോലുള്ള ചില ഭാഗങ്ങളിലും ഇത് ശക്തമാണ്. ചില ഭാഗങ്ങളിൽ ഇമാം അബൂ ഹനീഫയ്ക്ക് ശക്തമായ ഒരു പ്രാധാന്യം നൽകുന്നത് കാണാം. എന്നാൽ ഇതൊന്നും ഒരു സലഫ് സാലിഹ്യങ്ങളുടെ രീതികളല്ല. പകരം അള്ളാഹു പഠിപ്പിച്ചത് എന്താണോ, ഖുർആനിലെ സുന്നത്തിനും എന്താണോ അതിനെയാണ് ഫോളോ ചെയ്യേണ്ടത്.
ഏതെങ്കിലും മദ്ഹബിനെ ഫോളോ ചെയ്യുന്നതും അതിൻ്റെതായ ചില കാരണങ്ങളിൽ ഫോളോ ചെയ്യുന്നതും കുഴപ്പമില്ല. പക്ഷേ ഈ മദ്ഹബ് മാത്രമാണ് ശരിയെന്ന് പറയുന്ന നിലപാട് അത് തെറ്റാണ് എന്ന് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ ജാമിഅത്ത് തുറാസുൽ അല്ലാമുൽ അൽബാനി എന്ന് പറയുന്ന രചനയിൽ ഉൾപ്പെടുത്തി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ മദ്ഹബുകളോട് ഒരു ബാലൻസ്ഡ് ആയ ഒരു നിലപാടാണ് നമുക്ക് വേണ്ടത്. അതിനെ ശക്തമായി എതിർക്കുകയും അതിനെ തള്ളിക്കളയുകയും അവരുടെ സംഭാവനകളെ നിരസിക്കുകയും ചെയ്യുക എന്നതിനേക്കാളും അപ്പുറം അതുപോലെ തന്നെ അതിനോട് ശക്തമായ ഒരു ലോയാലിറ്റി പ്രഖ്യാപിക്കുകയും തക്ലീദ് ചെയ്യുന്നതിനേക്കാളും അപ്പുറം അതിനെ സ്വീകരിക്കുകയും എന്നാൽ അതിനോട് ഒരു മധ്യമ നിലപാട് കൈക്കൊള്ളുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് അദ്ദേഹം പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാം. പ്രമുഖ സലഫി പണ്ഡിതനായിരുന്ന യൂസുഫുൽ ഖുഫൈസ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് ഈ സലഫി എന്ന് പറയുന്നത് മദ്ഹബി വിരുദ്ധമായ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഒരു വായന പിൽക്കാലത്ത് രൂപപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അത് ശരിയായ സമീപനമല്ല. കാരണം പണ്ഡിതന്മാർ തന്നെ, അതായത് ഇബ്നു അബ്ദുൽ ബറിനെ പോലെ, ഈ ഷെയ്ഖ് ഇബ്നു തൈമിയെ പോലെ, ഇബ്നു കസീറിനെ പോലുള്ള പണ്ഡിതന്മാരും പിൽക്കാലത്ത് വന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പോലുള്ള പണ്ഡിതന്മാരുമെല്ലാം അവരാരും മദ്ഹബിന്റെ വിരുദ്ധരായിരുന്നില്ല. ഇവരിൽ ഏതെങ്കിലും ഷാഫി, അതുപോലെ ഇമാം അഹ്മദ് ഹംബൽ, ഇമാം അബൂ ഹനീഫ പോലുള്ള പണ്ഡിതന്മാരെ ഏതെങ്കിലും തെരഞ്ഞെടുത്തവരും കൂടെയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഷർഹുൽ വാസിത്തിയ എന്ന് പറയുന്ന രചനയിൽ യൂസുഫുൽ ഖുഫൈസ് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. എന്ന് വെച്ചാൽ സലഫികൾ തന്നെയും ഈ ഒരു മധ്യമ നിലപാട് സ്വീകരിച്ചത് പോലും നമുക്ക് ഈ രചനകളിൽ തന്നെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇങ്ങനെ പറയാൻ കാരണം സലഫിസത്തെ ഏതെങ്കിലും ഒരു സെക്റ്റാക്കി കൊണ്ടുപോകുന്നത് ശരിയല്ല. ആ ഒരു നിലപാട് പോലും ഉണ്ടാവാൻ പാടില്ല. കാരണം സലഫികൾ എന്ന് പറയുന്ന ഒരു സെക്റ്റാക്കി വിശദീകരിക്കുന്ന ചില പഠനങ്ങൾ പോലും നമ്മുടെ മുമ്പിലുണ്ട്. അത് ഒരിക്കലും ശരിയായ നിലപാടല്ല, അത് അങ്ങനെ കാണാനും പാടില്ല എന്ന് പറയുന്നത് നമുക്ക് കാണാം. ഡോക്ടർ ഹുസാം അഫാന അദ്ദേഹത്തിന്റെ ഫത്താവകളിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. സലഫിസം അത് ഒരു സ്പെഷ്യൽ മെത്തഡോളജിയായി അഡാപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെയൊക്കെ വാലുകളായും വഴിതെറ്റിപ്പോയവരായും വിശദീകരിക്കുന്നത് യഥാർത്ഥത്തിൽ അതെന്താണ്, സലഫിസത്തിന് തന്നെ എതിരായാണ്. അതായത് സലഫികളുടെ മെത്തേഡിനെ തന്നെ ആ നിലപാട് വിരുദ്ധമാണ്. കാരണം സലഫു സാലിഹീങ്ങൾ അല്ലെങ്കിൽ സലഫികൾ മുസ്ലിം സമുദായത്തിന്റെ ഇടയിലുള്ള യൂണിറ്റിയും ഐക്യത്തെക്കുറിച്ചും അൽ ജമാഅത്തിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അതായത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്താക്കളാണ് സലഫികൾ. അതുകൊണ്ട് തന്നെ സലഫിസത്തെ ഒരു സെക്റ്റാക്കി ചിത്രീകരിക്കുകയും ആ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നതും, ആരെങ്കിലും സലഫികൾക്കിടയിൽ ആ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ് എന്ന രീതിയിൽ ഡോക്ടർ ഹുസാം അഫാന അദ്ദേഹത്തിന്റെ ഫത്വകളിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഈ തരത്തിലാണ് സലഫി മൂവ്മെന്റുകൾ മദ്ഹബുകളെ കാണുന്നത്. ഒരേ സമയം മദ്ഹബിന്റെ പ്രാധാന്യത്തെ അംഗീകരിക്കുകയും അതേസമയം തന്നെ മദ്ഹബുകൾക്ക് അപ്രമാദിത്വം നൽകിക്കൊണ്ട് അതിന് വിരുദ്ധമായ ഹദീസുകൾ ഉണ്ടെങ്കിൽ അവഗണിക്കുകയും ചെയ്യുന്ന നിലപാടുകളെയും വിമർശിക്കുന്നത് നമുക്ക് കാണാം. മദ്ഹബുകളെ അനുകൂലിച്ചുകൊണ്ടും അതുപോലെ തന്നെ മദ്ഹബുകളുടെ സംഭാവനകളെ ആദരിച്ചുകൊണ്ടുമുള്ള സമീപനമാണ് ഒട്ടുമിക്ക സലഫികളും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ പിൽക്കാലത്ത് മദ്ഹബുകൾക്കിടയിൽ ഒരു വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുകയും അതൊരു ഡിവിഷനും സെക്ടേറിയനിസത്തിനും കാരണമായി മാറിയതോടുകൂടി ചില പണ്ഡിതന്മാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നതും സത്യമാണ്. അതിന് ഇങ്ങനെയുള്ള വളരെ തിക്തമായ കാരണങ്ങളും കൂടി അതിൻ്റെ പുറകിലുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.